കോഴിക്കോട് പശുക്കടവിൽ വിട്ടമ്മയും വളർത്തു പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറ്റുകയാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ബോബിയുടെ മരണം ഷോക്കേറ്റാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ട്. മരണത്തിൽ പോലീസിന്റെ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രദേശവാസികളും മരുതോങ്കര പഞ്ചായത്ത് അംഗങ്ങളും ആവശ്യപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ ഒരു നാടൊന്നാകെ ആശങ്കയിലായിരുന്നു. മേയ്ക്കാൻ വിട്ട പശുവിനെ അന്വേഷിച്ചു പോയ വീട്ടമ്മ ബോബിയെ കാണാനില്ല. തൊട്ടടുത്ത് കാടാണ്, വന്യമൃഗശല്യം ഏറെയുണ്ട്. പോലീസും ഫയർഫോഴ്സും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും സംയുക്തമായി പരിശോധന നടത്തി. പുലർച്ചെ 1 മണിയോടെ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. മാത്രമല്ല വളർത്തു പശുവിന്റെയും. കൊക്കോ തോട്ടത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. വീട്ടമ്മയുടെ ശരീരത്തിൽ പരുക്കില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിച്ചു? ഇതിലാദ്യം പ്രത്യക്ഷമായി ആരോപണം ഉന്നയിച്ചത് മരുതോങ്കര പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വീട്ടമ്മ മരിച്ചുകിടന്ന കൊക്കോ തോട്ടത്തിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ആരോപണം. തട്ടുതട്ടായുള്ള പ്രദേശമായിരുന്നു ഇത്. പശുവിന്റെ ജഡം കിടന്നതിന് താഴെയാണ് വീട്ടമ്മയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. 15 മീറ്റർ മാറി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല പശുവിന്റെ ജഡം കിടന്നതിനു സമീപത്തെ കൊക്കോ മരത്തിൽ വൈദ്യുതി ഫെൻസിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം ബോബിയെ സംബന്ധിച്ചും ഷിജുയെ സംബന്ധിച്ചും നിങ്ങൾക്കറിയാം, വളരെ പാവപ്പെട്ട കൃഷിക്കാരാണ്. അവർ നിത്യ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. 3 കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാര്യം ഇതൊക്കെ ചെയ്യുന്നത് ഈ പശുവിനെ വളർത്തിയും മറ്റ് കൃഷി ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് എന്തോ ദുരൂഹത ഇതിലുണ്ട്. ആ ദുരൂഹത എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ഷോക്കേറ്റാണ് മരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ തൊട്ടിൽപ്പാലം പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. വീട്ടമ്മ മരിച്ചുകിടന്ന സ്ഥലത്ത് വിശദമായ പരിശോധന പോലീസും ഡോഗ് സ്ക്വാഡും നടത്തി. സ്ഥലം ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഷോക്കേറ്റ് മരിച്ചതായതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പ് ചുമത്തുന്ന കാര്യവും ആലോചിക്കുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.